ചക്കിമോളെ. ഭാസ്കരങ്കിൾ, അങ്കിൾ എപ്പോഴാ വന്നേ? കാലത്ത് വന്നതേ ഉള്ളൂ മോളെ. ഗുഡ് മോർണിംഗ് മൈക്കുട്ടി. ഗുഡ് മോർണിംഗ് അച്ഛമ്മേ. എന്ത് നാടി, നിന്റെ മുമ്പിൽ എന്താ ചെകുത്താന്മാരും പ്രേതങ്ങളും ഒക്കെ ഉണ്ടോ? കണ്ണു അടച്ചു പിടിച്ചോണ്ട് നടക്കുന്നെ. ഇന്ന് ഫാദേഴ്സ് ഡേ അല്ലേ അച്ഛമ്മേ? ആദ്യമായിട്ട് അച്ഛന്റെ മുഖത്ത് നോക്കിയിട്ടേ ഞാൻ മറ്റാരെങ്കിലും നോക്കൂ. എടുത്തു വളർത്തുന്ന അനാഥ കഴുതയുടെ ഒരു പ്രകടനം. ഇവളുടെ പ്രവർത്തികൾ കണ്ട മിഥുൻ ഇവളുടെ ശരിക്കുള്ള തന്തയാണെന്ന വിചാരം. സ്വന്തം തന്ത അല്ലാതിരുന്നിട്ട് ഇത്രയ്ക്ക് ഓവർ ആക്ഷൻ ആണെങ്കിൽ ശരിക്കും അവന്റെ മോളായിരുന്നെങ്കിൽ എന്തൊക്കെയാവുമായിരുന്നു. അത് പറയാനുണ്ടോ? നിന്റെ അച്ഛന്റെ അമ്മയല്ലേടി ഞാൻ, എന്റെ മുഖത്ത് നോക്കില്ല. ഇനി ഗ്രാൻഡ് മദേഴ്സ് ഡേ വരുമല്ലോ അച്ഛമ്മേ, അന്ന് ഞാൻ അച്ഛമ്മയുടെ മുഖത്ത് നോക്കാം. നേരം വെളുത്തപ്പോഴേ മുത്തശ്ശിക്കഥ തുടങ്ങി. അതിന് ഞാനല്ലല്ലോ മുത്തശ്ശി, അച്ഛമ്മയല്ലേ മുത്തശ്ശിയായേ. ശരി ശരി, വലിയ വർത്താനം നിർത്തിയിട്ടേ അച്ഛന്റെ മുറിയിലോട്ട് ചെല്ല്. അവൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ഓക്കെ അച്ഛമ്മേ. ചക്കി, ഞാനും നിന്റെ കൂടെ വരട്ടെ മോളെ. ഞാൻ പൊക്കോളാം ഭാസ്കരങ്കിൾ, ഇത് എന്റെ വീടല്ലേ, ഇവിടെ എല്ലാം എനിക്കറിയാം. ഞാൻ തന്നെ പൊക്കോളാം. ആയിക്കോട്ടെ മോളെ. ഞാഞ്ഞൂലിന്റെ അത്രേ ഉള്ളൂ, എന്നിട്ട് അവളുടെ ഒരു ഭരണം കണ്ടില്ലേ എന്റെ മഞ്ജരി. മൊട്ടേന്ന് വിരിയാത്ത ആ പീറ പെണ്ണ ഇപ്പോ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇവളെങ്ങാനും ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ മിഥുനും നിനക്ക് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായേനെ. ശരി ആന്റി, ഒരു കാലത്ത് ആ മേഘനയായിരുന്നു ഇവിടെ എന്റെ ജീവിതം തകർക്കാനുണ്ടായിരുന്നത്. ഇന്നിപ്പം മേഘനയ്ക്ക് പകരം ഇവളെ മിഥുനെ സ്വന്തമാക്കി വെച്ചേക്കല്ലേ. മേഘനയെ പോലെ ഈ കുട്ടിച്ചാത്തനെയും ഇവിടെ നാട്ടി പായിച്ചാലേ ശരിയാവൂ. അവള് ചവിട്ടട്ടെ ആന്റി, വേദനിക്കുന്നല്ലേ ഉള്ളൂ. കുറച്ച് വേദനയൊക്കെ അവൾ അനുഭവിക്കണം. ഇനി ഇങ്ങനെയുള്ള ഓവർ ആക്ഷനുമായിട്ട് അവൾ ഇവിടെ കിടന്ന് ജാട കളിക്കരുത്. അയ്യോ ചക്കിമോളെ, എന്ത് പറ്റി ഭാസ്കരങ്കിൾ? ഇപ്പൊ നിന്റെ കാലിൽ ആണി കുത്തി കയറില്ലായിരുന്നോ? കൂടെ വരാന്ന് പറഞ്ഞപ്പോ കേട്ടില്ല. അതെങ്ങാനും കുത്തി കയറിയിരുന്നെങ്കിലോ? അങ്ങനെ ഉണ്ടാവാതിരിക്കാനല്ലേ അങ്കിളൊക്കെ ഇവിടെ ഉള്ളത്. വർത്താനത്തിന് ഒരു കുറവുമില്ല. ഭാസ്കർ ഇങ്ങനെ അത് കണ്ടില്ലായിരുന്നെങ്കിൽ എന്ത് വലിയ അപകടം ഉണ്ടായേനെ. ഭാസ്കരങ്കിൾ താങ്ക്സ് കേട്ടോ. അങ്കിൾ എന്നെ ഇപ്പൊ ഹെൽപ്പ് ചെയ്തില്ലേ, നാളെ എന്തെങ്കിലും ഒരു നാൾ അങ്കിളിനെ ഇങ്ങനെ ആരെങ്കിലും സഹായിക്കും. നിന്റെ സംസാരമൊക്കെ നിന്റെ അമ്മയെ പോലെ തന്നെയാ. അപ്പൊ എന്റെ അമ്മ ആരാന്ന് അങ്കിളിന് അറിയാമോ? എന്റെ അമ്മ അങ്കിള് കണ്ടിട്ടുണ്ടോ? അമ്മയെ കാണാൻ എങ്ങനെ ഇരിക്കും അങ്കിളെ? ഇല്ല മോളെ, ഞാൻ നിന്റെ അമ്മയെ കണ്ടിട്ടില്ല. സാധാരണ പെൺമക്കള് അമ്മയെ പോലെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഓ, അത്രേ ഉള്ളോ? ശരിയെന്നാ, ഞാൻ എന്റെ അച്ഛനെ പോയി കണ്ടിട്ട് വരാം. ഒരു മിനിറ്റ് മോളെ, ഇനി മോള് പോയിക്കോ.
എന്താ ഭാസ്കരെ കാട്ടി? ചക്കിയൊന്നും അറിയാൻ പാടില്ലെന്ന് ഞാൻ ഭാസ്കരോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഇനി ഇതും മനസ്സിൽ വെച്ചോണ്ട് അവൾ ഓരോന്ന് ചോദിച്ചു തുടങ്ങും. ക്ഷമിക്കണം മാഡം, അറിയാതെ വായിന്ന് വീണുപോയതാ. ഇനി ഇതൊന്നും ആവർത്തിക്കാതെ നോക്കിക്കോളാം. ചക്കിയുടെ ജനനത്തെക്കുറിച്ചുള്ള രഹസ്യം മരണം വരെ അവൾ അറിയാൻ പാടില്ല. സത്യം മനസ്സിലാക്കിയ ആ കുഞ്ഞു മനസ്സ് എത്രമാത്രം പിടിയും. മിഥുനും ഈ വീട്ടിലുള്ളവരും അവളുടെ ആരുമല്ലെന്നുള്ള സത്യം അവൾ ഒരിക്കലും അറിയരുത്. ഇനിയെങ്കിലും അവളോട് സംസാരിക്കുമ്പോ സൂക്ഷിച്ചു വേണം. ഞാൻ നോക്കിക്കോളാം മാഡം. ശരി, നീ വന്ന കാര്യം ചെയ്യും. എന്തൊരു കഥയാ ചക്കിയോട് ഒളിപ്പിക്കാൻ. ഇതെന്താ അത്ര വലിയ രഹസ്യാണോ? ആ ചക്കിയുടെ തള്ള ആരാണെന്ന് ആർക്കറിയാം? ആരോ പെറ്റിട്ടതിന് നന്ദൻ കുടുംബത്തിൽ കൊണ്ടുവന്ന് എഴുന്നള്ളിച്ചു വെച്ചിരിക്കല്ലേ. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കാനെന്ന് ആർക്കറിയാം? എന്റെ ഭഗവാനെ, എന്റെ മിഥുനേട്ടനെയും അമ്മയെയും രക്ഷിക്കാൻ വേണ്ടിയാണ് എല്ലാവരിൽ നിന്നും അകന്നു പോയത്. പക്ഷെ അതുവഴി അച്ഛനെയും സ്വന്തം കുടുംബത്തെയും ചിക്കുവിൽ നിന്ന് അകറ്റിയത് തെറ്റായി പോയോ ദൈവമേ. എന്റെ ചിക്കുമോൻ ഒന്നും അറിയാത്തൊരു പാവം കുഞ്ഞ. അച്ഛന്റെ സ്നേഹവും ഞാൻ ഇല്ലാണ്ടാക്കി. സ്വന്തം ജനങ്ങൾ ആരാണെന്നുള്ളത് ഒളിപ്പിച്ച് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അവനെയും ഞാൻ ശിക്ഷിക്കല്ലേ. പക്ഷെ എങ്ങനെയെങ്കിലും ഇന്നത്തെ ഈ ഫാദേഴ്സ് ഡേക്ക് അവന്റെ അച്ഛന്റെ അനുഗ്രഹം അവന് കിട്ടത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കണേ. ഞാനീ കാണിക്കാൻ പോകുന്നത് വലിയൊരു സാഹസമാണ്. പക്ഷെ എന്റെ ഈ പ്രയത്നത്തിൽ യാതൊരുവിധ പാകപ്പിഴയും സംഭവിക്കാതെ എന്നെ കാത്തോളണേ ഭഗവാനെ. അച്ഛാ, 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 എണീറ്റിരിക്കച്ചാ, എഴുന്നേക്കച്ചാ, അച്ഛാ, എഴുന്നേക്കച്ചാ. സൂര്യൻ ഉദിച്ചങ്ങ് മണ്ടയിലെത്തി. ഗുഡ് മോർണിംഗ് ചക്കി. ഗുഡ് മോർണിംഗ് അച്ഛാ. അച്ഛൻ കണ്ണ് തുറന്നല്ലോ അല്ലേ? ആ തുറന്നല്ലോ. നീ എന്തിനാ കണ്ണടച്ചു പിടിച്ചേക്കുന്നേ? അച്ഛൻ അറിയോ, ഇന്ന് ആദ്യം അച്ഛന്റെ മുഖം കാണാൻ വേണ്ടി കണ്ണും അടിച്ചു വെച്ചോണ്ടാ ഞാൻ എന്റെ മുറിന്ന് ഇത്രയും ദൂരം വന്നേ. എന്തിനാണാവോ? എന്താന്നറിയില്ല അച്ഛാ, ഇന്ന് അച്ഛനോട് എനിക്കെന്തോ ഒത്തിരി സ്നേഹം തോന്നുന്നു. അതെന്തിനാണാവോ? ആദ്യം ഞാൻ എന്റെ അച്ഛന്റെ മുഖം ഒന്ന് കണ്ടോട്ടെ. എന്നാ തന്നെ അതങ്ങനെ ആയിക്കോട്ടെ, കണ്ടോ. ഹാപ്പി ഫാദേഴ്സ് ഡേ അച്ഛാ. ഓഹോ, അപ്പൊ എന്റെ മോളുടെ സ്നേഹക്കൂടുതലിന്റെ കാരണം അതായിരുന്നല്ലേ? അതേലോ. താങ്ക് യു സോ മച്ച് മൈ ഡിയർ മോളെ. എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? ഇന്നുണ്ടല്ലോ, ഞാൻ അച്ഛനൊരു സർപ്രൈസ് തരാൻ പോവാ. എന്താ അത്? സർപ്രൈസ് ആരെങ്കിലും നേരത്തെ പറയോ അച്ഛാ? അതിന് കുറച്ച് ക്ഷമയൊക്കെ വേണം. മൂക്കി പല്ല് വരുന്ന പ്രായായി, പക്ഷെ ഒരു കുന്തം അറിയില്ല. എന്റെ അച്ഛന് ഒട്ടും മെച്യൂരിറ്റി ഇല്ല. അയ്യോ ആയിക്കോട്ടെ, ക്ഷമിക്കും മാഡം. മാഡത്തിന്റെ സമയത്തിന് സർപ്രൈസ് കാണിച്ചാ മതി കേട്ടോ. ഞാൻ ചോദിക്കാനും വരുന്നില്ല. ഗുഡ് ബൈ. എന്നാ പിന്നെ അച്ഛനെ പെട്ടെന്ന് പോയി പല്ല് തേച്ച് കുളിച്ച് റെഡിയായിട്ട് വാ. പക്ഷെ ഞാൻ വിളിക്കുന്നവരെ പുറത്തേക്കിറങ്ങി വന്നേക്കരുത്, കേട്ടല്ലോ അല്ലേ? ഉത്തരവ്. ഉത്തരവെന്ന് പറഞ്ഞ് വായി നോക്കി നിന്നാലെങ്ങനെയാ? പെട്ടെന്ന് ചെല്ല്. വാ, ചെല്ലച്ചാ, പോയി കുളി. എന്തൊരു കഷ്ടപ്പാടാ. ചിക്കു, നീ എന്താടാ ഇവിടെ തന്നെ ഇരിക്കുന്നേ? വേറെ ഇവിടെ പോയിരിക്കാനാ? ഇന്ന് നിന്റെ സ്കൂളില് ഫാദേഴ്സ് ഡേയുടെ ഫംഗ്ഷൻ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് നീ എന്താ പോകുന്നില്ലേ? ഫാദർ ഉള്ളവർക്കല്ലേ അമ്മേ ഫാദേഴ്സ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റൂ. ഇല്ലാത്തവരെന്ത് ചെയ്യാനാ?
ചിക്കു, ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? പറയാണ്ട് എന്ത് ചെയ്യാനാ? ഉള്ളു സത്യമല്ലേ അമ്മേ ഞാൻ പറഞ്ഞേ. നമ്മള് സാധാരണ ഓണം സെലിബ്രേറ്റ് ചെയ്യുമ്പോ എന്തൊക്കെയാ ചെയ്യാ? അത്തപ്പൂക്കളൊക്കെ ഇടും. ദീപാവലി സെലിബ്രേറ്റ് ചെയ്യുമ്പോ ദീപങ്ങളൊക്കെ കത്തിച്ചു വെക്കും. അപ്പൊ പിന്നെ ഫാദേഴ്സ് ഡേ ഫംഗ്ഷന് ഫാദർ കൂടെ ഉണ്ടാവണ്ടേ അമ്മേ? എന്റെ ഫാദർ ഇല്ലല്ലോ, പിന്നെ ആർക്കു വേണ്ടിയാ ഞാൻ ഈ സെലിബ്രേഷൻ നടത്തുന്നത്? ചിക്കു, എന്തു പറ്റിടാ? പിണങ്ങിയോ നീ? ആരോടാ നിനക്ക് ഇത്രയ്ക്ക് ദേഷ്യമുള്ളത്? ആരോടും ദേഷ്യമില്ല, എനിക്ക് എന്നോട് തന്നെയാ ദേഷ്യം വരുന്നേ. അതെന്തിനാ? അമ്മ പറഞ്ഞതൊന്നും ഞാൻ അനുസരിക്കുന്നില്ലല്ലോ പപ്പ. ഒരൊറ്റ കാര്യത്തില് പോലും അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ പപ്പ. അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് നിനക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് അമ്മയ്ക്ക് സങ്കടാവുന്ന നിനക്ക് അറിയില്ലേ? അറിയാം പപ്പ. അപ്പൊ നീ അത് അറിഞ്ഞുകൊണ്ടാണോ അമ്മയെ ധിക്കരിക്കാനായിട്ട് നീ ശ്രമിക്കുന്നത്? പപ്പ എപ്പോഴും അമ്മയെ പറ്റി മാത്രമേ ചിന്തിക്കാറുള്ളൂ. എന്റെ കാര്യം എന്താ പപ്പയ്ക്ക് മനസ്സിലാവാത്തത്? എന്താടാ മനസ്സിലാക്കേണ്ടത്? എന്റെ സ്കൂളില് ഫാദേഴ്സ് ഡേ സെലിബ്രേഷന് എല്ലാവരും ഫാദേഴ്സിന്റെ കൂടെയാ വരുന്നത്. പക്ഷെ ഇപ്പൊ എന്റെ കൂടെ വരാൻ ആരുമില്ലല്ലോ. പറയൂ പപ്പ, എനിക്ക് ഫാദർ ഇല്ലല്ലോ. അപ്പൊ സ്കൂളിലത്തെ ഫംഗ്ഷന് എന്റെ ഫാദറായിട്ട് ആരാ വരിക? ഞാൻ വരാം മോനെ, അതുപോലെ. സത്യമാണോ പപ്പ? ഫാദേഴ്സ് ഡേ ഫംഗ്ഷന് എന്റെ കൂടെ പപ്പയും വരൂ? വന്നിരിക്കും. ഞാൻ വരുന്നതിൽ നീ ഹാപ്പി അല്ലേ? വെറും ഹാപ്പി അല്ല, ഡബിൾ ഹാപ്പി. എന്നാ ഞാൻ ചെന്ന് റെഡി ആയിട്ട് വരട്ടെ പപ്പ. ശരി. സോറി മേഘ, ചിക്കുവിനെ വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ ഫാദേഴ്സ് ഡേക്ക് ഞാൻ കൂടെ ചെല്ലാന്ന് പറഞ്ഞു. കുട്ടികളെല്ലാം അവരുടെ അച്ഛന്മാരെയും കൂട്ടി വരുമ്പോൾ ഇവൻ മാത്രം ഒറ്റപ്പെട്ടു പോവില്ലേ? അതുകൊണ്ടാ. തനിക്ക് താല്പര്യമില്ലെങ്കിൽ പറഞ്ഞേക്ക്, ഞാൻ അവനോട് വരില്ല എന്ന് പറഞ്ഞേക്കാം. അയ്യോ, എനിക്ക് യാതൊരു കുഴപ്പമില്ല അർജുൻ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് ചിക്കനെ റെഡിയാക്കിയിട്ട് വരാം. ഹായ് ചക്കി. അച്ഛാ, അച്ഛനെ ഇപ്പൊ കാണാൻ സിനിമ ഹീറോയിനെ പോലെ ഉണ്ടറിയോ? സിനിമയില്ലെങ്കിലും TV സീരിയലില്ലെങ്കിലും ഹീറോ ആവേണ്ടതാ അച്ഛൻ. താങ്ക് യു സോ മച്ച് ചക്കി. നീ പറഞ്ഞതുകൊണ്ട് വെള്ളിത്തിരയിലെ ഹീറോ ആയില്ലെങ്കിലും ഒരു മിനി സ്ക്രീൻ ഹീറോ ആവാൻ ശ്രമിക്കാം. ഇതപ്പൊ നന്നായത്. അതിനൊക്കെ പോണമെങ്കില് ബാക്കി എല്ലാ ജോലി മാറ്റി വെക്കണ്ടേ?
ഇരിക്കാൻ നേരമില്ലാതെ ഓടി നടക്കുന്ന ആളാ. എന്റെ മോളുടെ ആഗ്രഹമല്ലേ മോ? അവളുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ഒരു സീരിയലിലെങ്കിലും ഞാൻ അഭിനയിക്കും. അല്ലേ മോളെ? മിഥുൻ ഒരു ഹീറോ സ്റ്റഫ് ആണെന്നുള്ളത് ഞാൻ എന്നേ പറഞ്ഞിട്ടുള്ള കാര്യ. അന്ന് ഞാൻ പറഞ്ഞ സമയത്ത് കേട്ടില്ല, പക്ഷെ ഇപ്പൊ ചക്കി പറഞ്ഞപ്പോ നീ അത് സമ്മതിച്ചു. ചിലതൊക്കെ അങ്ങനെയാ മഞ്ജരി. പറയേണ്ടവര് പറഞ്ഞാലേ നമ്മുടെ തലയിൽ കയറും. ഇഷ്ടമുള്ളവർ അത് പറയുമ്പോൾ നമുക്ക് അനുസരിക്കാനും തോന്നും. അത് മാത്രല്ല, ചക്കിമോള് പറയുന്ന പോലെ ആവില്ലല്ലോ. അതല്ലേലും പറഞ്ഞിട്ട് കാര്യമില്ല മിഥുൻ. മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഉണ്ടാവില്ല എന്നുള്ളത് ഒരു പ്രകൃതി സത്യ. നമുക്ക് വേണ്ടി ജീവൻ കളയാൻ തയ്യാറായാലും സ്വന്തം ആൾക്കാരോട് മമത ഉണ്ടാവില്ല. മോം എന്താ കയ്യിൽ തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് നടക്കണോ? അവസരം കിട്ടി അവിടെ കത്തിച്ചോളൂ. നീ പോടാ. സത്യം പറഞ്ഞ ആർക്കും പിടിക്കില്ലല്ലോ. വേണ്ട വേണ്ട, ഇനി വഴക്കൊന്നും വേണ്ട. അച്ഛൻ വാ, എല്ലാരെക്കാളും മുമ്പേ തന്നെ നമുക്ക് ഫാദേഴ്സ് ഡേ ഫംഗ്ഷൻ എത്തണ്ടേ? എന്നിട്ട് വേണം അച്ഛനുള്ള സർപ്രൈസ് ഗിഫ്റ്റ് തരാൻ. ഓക്കെ അച്ഛാ? ഓക്കേ. അച്ഛമ്മേ, ഞാനും അച്ഛനും പോയി കഴിഞ്ഞാ പിന്നെ അച്ഛമ്മയ്ക്ക് വീട്ടിൽ തനിച്ചിരുന്ന് ബോറടിക്കില്ലേ? എന്റെ അച്ഛന്റെ കൂടെ ഫംഗ്ഷനിൽ അച്ഛമ്മയ്ക്കും വന്നൂടെ? അത് ശരി. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താടി കാര്യം? നിങ്ങൾ അച്ഛനും മോളും കൂടി ആഘോഷിച്ചിട്ട് വന്നാ മതി. അത് പറ്റില്ല, എന്റെ അച്ഛന്റെ അമ്മയും ഫാദേഴ്സ് ഡേ ഫംഗ്ഷന് വരണ്ടേ? ശരി, ആയിക്കോട്ടെ, ഞാനും വരാം. അതെന്താ ചക്കി? ഫാദേഴ്സ് ഡേക്ക് ഫാദറിനെ മാത്രം വിളിക്കൊള്ളുന്നുണ്ടോ? ഈ ചെറിയച്ഛനെയും വിളിക്കുന്നോണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. ചെറിയച്ഛനെ വിളിച്ചില്ലെങ്കിലും വരുമെന്ന് എനിക്കറിയാം, ഞങ്ങളുടെ ചാരുമിസിനെ കാണാൻ. ഇവള് വെറുതെ നിക്കട്ടോ, ഞാൻ ഇപ്പൊ തന്നെ വരാം. പ്രിയമ്പതേ മഞ്ജരി, നിങ്ങൾ ഇനി തനിച്ച് വീട്ടിൽ എന്തെടുക്കാനാ? വാ, നമുക്ക് എല്ലാവർക്കും കൂടി ഫംഗ്ഷന് പോയിട്ട് വരാം. ചാരുവിന്റെ വലയിന്ന് എന്റെ മോനെ രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും എനിക്ക് പോയേ പറ്റൂ. എന്താ പ്രിയമതേ ആലോചിക്കുന്നത്? ഞങ്ങളും വരെ അരുണിമിച്ചി. ചക്കി, ഇതൊക്കെ ഇപ്പൊ എന്തിനാ കൊണ്ടുവന്നേ? അവിടെ ചെന്നിട്ട് വീഡിയോ പിടിച്ചോണ്ട് നടക്കാനാ? പിന്നല്ലാണ്ട്, ഞാനും വ്ളോഗറാ. യൂട്യൂബേഴ്സ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം, എന്നാലേ ഫോളോവേഴ്സ് കൂടുള്ളൂ. അതിരിക്കട്ടെ, കഴിഞ്ഞ വട്ടം നീ ചിക്കുന്റെ വീട്ടിൽ പോയപ്പോ എന്തോ വീഡിയോ എടുക്കുന്നത് പറഞ്ഞില്ലായിരുന്നോ? എന്നിട്ടൊന്നും ഷൂട്ട് ചെയ്തില്ലായിരുന്നോ? പിന്നെ ചെയ്യാണ്ടിരിക്കോ? കുറെ ഏറെ വീഡിയോസ് എടുത്തിട്ടുണ്ട്, കാണണോ? ദേ ഇപ്പൊ കാണിച്ചു തരാം. അല്ല, നീ ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എന്തുകൊണ്ടാ പോസ്റ്റ് ചെയ്യാഞ്ഞേ? ചക്കി, മോൾ അമ്മയോട് ദേഷ്യപ്പെടരുത്. മോളിന്ന് എടുത്ത വീഡിയോസ് ഒന്നും സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യരുത്. ഞാൻ പറയുന്നതൊന്നും കേക്ക്. ഇത് നീ എവിടെയും പോസ്റ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ചക്കി? നീ എന്താ അത് പോസ്റ്റ് ചെയ്യാഞ്ഞേന്ന്? മറന്നുപോയി ചെറിയച്ഛ, പോസ്റ്റ് ചെയ്യണം. നിക്ക്, ചെറിയച്ഛന് വീഡിയോസ് കാണണ്ടേ?